കഴിഞ്ഞ പകൽ ഞാൻ പരിചയപ്പെടുത്തി. നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ആമേ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ശുശ്രൂഷിച്ച സഭയിൽ മുൻകാല ശുശ്രൂഷകനായിരുന്നു. ശക്തിയോടെ ദൈവം തന്നെ ഏൽപ്പിച്ച വേല ആ ദേശത്ത് ആ സഭയിൽ ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. ആമേ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയ ദൈവദാസനോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽ പരിശുദ്ധാത്മാവ് തന്നിലൂടെ ആമേ നമ്മോട് സംസാരിച്ചു. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ആമേ ദൈവശബ്ദം കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. ആ മനസ്സോട് ഇന്ന് രാത്രി ഇരുന്നാട്ട് പ്രൈസലോ ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ദൈവജനം ശുശ്രൂഷിപ്പാൻ കർത്തൃവൃത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവരും കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ അവர்கள் കുടുംബം, ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ പിതാക്കന്മാർ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ രാത്രിയിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ രാത്രിയിൽ യേശുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തം നിൽക്കുവാൻ കർത്താവ് തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യാതൊരു യോഗ്യതയുമില്ലായിരുന്ന എന്നെയും ഈ പുസ്തകം ചുമക്കുവാൻ കർത്താവ് അവസരം തന്ന് നിർത്തിയ ദൈവസ്നേഹത്തിന് എല്ലാ മഹത്വവും തമ്പുരാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്തേൽപ്പിക്കാം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവത്തിലടയട്ടെ. എല്ലാ ഹൃദയങ്ങളും വചനം കേൾക്കുവാൻ തക്കവണ്ണം പാകമായി ഒരു നിലമായി മാറപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് ഒന്നും മറച്ചു വെക്കാതെ സത്യവചനത്തിൻ്റെ യഥാർത്ഥമായ പൊരുളുകൾ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന്, ബുദ്ധി കൊണ്ട് നമുക്കൊന്നും അറിയണ്ട, കർത്താവിനെ ആത്മാവിൽ അറിയുവാൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എന്നാശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ. വാനവും ഭൂമിയും ചമച്ചവനെ മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൽ തുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും
നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ. പരിശുദ്ധ ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങളില്ല കർത്താവേ. അങ്ങ് ഞങ്ങളുടെ മധ്യയുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ആത്മതപനത്തിൻ്റെ 9ാമത്തെ രാത്രിയിൽ ഈ എളിയവനെ തിരുവഴുത്തുമായി നിന്റെ ജനത്തിൻ്റെ നടുവിൽ നിർത്തുന്നതിനെ ഓർത്തടിയിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ജനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഉപസിക്കുന്ന തൻ്റെ ദാസനെയും ദാസിയെയും ദൈവസഭയിലെ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തീകരിക്കണം. ഈ ഉപവാസം പൂർത്തീകരിക്കുന്നത് വരെ ചിറകിൻ്റെ മറവിൽ മറച്ചുകൊള്ളണമേ. യാതൊരു തരത്തിലുള്ള അനർത്ഥങ്ങളോ അപകടങ്ങളോ മരണങ്ങളോ ദൈവസഭയിലോ കുടുംബങ്ങളിലോ തലമുറകളിലോ പ്രിയപ്പെട്ടവരിലോ ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കരുതേ കർത്താവേ. ഈ പ്രാർത്ഥന വലിയ വിജയത്തിന് കാരണമാക്കി മാറ്റണം. ഈ ദേശത്തിൻ്റെ വലിയ ഉണർവിന് വേണ്ടി, ഈ പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി, കർത്താവേ രാജ്യത്തിൻ്റെ ഉണർവിന് വേണ്ടി ഈ സഭയെ തമ്പുരാൻ പിടിച്ച് എഴുന്നേൽപ്പിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാരീരിക ക്ലേശങ്ങളിലായിരിക്കുന്ന പിതാക്കന്മാരുണ്ട്, മാതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് ശാരീരിക ബലഹീനതകളുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വരാൻ കാണിച്ച മനസ്സിന് ദൈവമേ അങ്ങയുടെ വിടുതലുകളെ ശരീരത്തിൽ അനുഭവിപ്പാൻ എൻ്റെ തമ്പുരാൻ കൽപ്പിച്ചാക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തുകളുടെ വെളിപ്പാടുകളെ മറന്നീക്കി ആത്മാവ് വെളിപ്പെടുത്തി തരണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വെളിപ്പാടിൻ്റെ ആഴമേറിയ ദർശനങ്ങൾ ആത്മാവ് ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രസംഗത്തിൻ്റെ പരിചയത്തിലല്ല, ഒരു പുത്തൻ ആത്മനിലത്തിൽ അടിയനെ നിർത്തണം എന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തുകളെ വിഭജിക്കുവാൻ ആത്മാവ് കൃപ തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. തിരുമേനിയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം ഉണ്ടായി കേൾക്കണം. അൻപുള്ള പിതാവേ, ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൊന്നുനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മബോധത്തോടെ നമുക്ക് തിരുവഴുത്തുകളുടെ വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ അരുമനാഥനായ കർത്താവ് സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ മർമ്മം പറഞ്ഞു കൊടുക്കപ്പെട്ടപ്പോൾ പറയപ്പെട്ടതായ ഉപമകളിൽ ഒന്നാമത്തെ ഉപമ സ്തോത്രം നമുക്ക് എല്ലാവർക്കും അറിയാകുന്ന ഉപമയാണ്. ആ ഉപമ ഇങ്ങനെയാണ്. ചിലത് സ്തോത്രം ഒരു വിത്ത് വിതപ്പാൻ ഒരു മനുഷ്യൻ പുറപ്പെട്ടു. അത് ചിലത് വഴിയരികിൽ വീണു, ചിലത് സ്തോത്രം പാറ സ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അതിന് വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇത് 4 വിധ മനുഷ്യ ഹൃദയമാണെന്നാണ് കർത്താവ് വിശദീകരിക്കപ്പെട്ടത്. 4 വിധ ഹൃദയത്തിൻ്റെ വിശാലതയെക്കുറിച്ചാണ് കർത്താവ് പറയപ്പെട്ടത്. ഹല്ലേലൂയ. എനിക്ക് അതിൽ 3 ഞാൻ വിട്ടിട്ട് 4-മത്തതിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്. നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്. അത് 30, 60, 100 മേനി ഫലം കായ്ച്ചു. എത്ര മേനി? 30, 60, 100. എൻ്റെ ചോദ്യം നല്ല നിലമല്ലായിരുന്നോ? ആയിരുന്നു. ഒരേ വിത്തല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷെ വിളഞ്ഞത് 3 കാറ്റഗറിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാര്യം? ഒരുങ്ങാത്തതുകൊണ്ടാണോ? നിലം ഒരുക്കി കൊടുക്കാത്തതുകൊണ്ടാണോ? കാരണം ഒരുവൻ വളരാൻ അനുവദിക്കുന്നതിനനുസരിച്ച് മാത്രം. നീ നല്ല നിലത്തോടു കൂടെയാണ് ഇതിനകത്ത് വന്നതായിരിക്കാം. പക്ഷെ വചനത്തിന് വളരാൻ ആരെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സ്വതന്ത്രമായി ഒരുങ്ങി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാത്രി വചനത്തിന് അതിൻ്റെ നിലയിൽ ഒരുങ്ങി ഇരിക്കുന്നവർക്ക് വളരാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ, അതിന് വളരാൻ അനുസരിച്ച്
പാകമാകുന്ന നിലയിൽ സ്തോത്രം വിത്ത് വീണതിനെ സ്തോത്രത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുവാൻ, അതിനെ ഒരുക്കി കാത്തിരിക്കുവാൻ ഈ രാത്രി തയ്യാറുണ്ടെങ്കിൽ 100 മേനി. ഹല്ലേലൂയ. നമുക്ക് 30 കൊണ്ട് തൃപ്തിപ്പെടരുത്, 60 കൊണ്ട് തൃപ്തിപ്പെടരുത്. ആ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി വെളിപ്പെട്ട് വരണം. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ പകൽവേള പറഞ്ഞു നിർത്തപ്പെട്ട ഇപ്രകാരമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പുതിയ നിയമസഭ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ക്രിസ്തു വെളിപ്പാട് എന്ന് പറയപ്പെടുന്നത്. ആ വെളിപ്പാടിൻ്റെ മുഖവരകളെ കുറിച്ചാണ് രാവിലെ വേള നമ്മൾ വായിക്കുകയും ധ്യാനിക്കുവാനും ഇടയായി തീർന്ന്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് സ്വർഗീയ ക്രിസ്തു വെളിപ്പാടുണ്ടായതിൻ്റെ സന്ദർഭത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമായിരുന്നു നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഹല്ലേലൂയ കൊണ്ടുവരികയാണ്. വളരെ സുദീർഘമായി പ്രസംഗിക്കപ്പെടേണ്ട ബഹുത്തായ ഒരു ദൈവവചന ചിന്തയാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പാകപ്പെടുവാൻ നിങ്ങൾക്ക് അകത്തളങ്ങളിൽ പരിമിതപ്പെട്ട സമയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിന് എന്താണോ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അത് ഇതിനകത്ത് വിതയ്ക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരുവെഴുത്ത് നമുക്ക് പ്രാരംഭത്തിൽ വായിച്ച് മുൻപോട്ട് പോകാം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മൾ തുടരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യം. ആ ആ ആ ആ ആ ആ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോഴോ മൂടുപാടം നീങ്ങിപ്പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വായിച്ച വാക്യത്തിന്റെ വിശദീകരണത്തിലേക്ക് തുടർന്നുള്ള പഠനത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കാം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം ഇന്നയോളം കിടപ്പുണ്ട്. അല്ല, നമ്മൾ വായിക്കുന്ന ഇന്നയോളം ഒരു മൂടുപടം കിടപ്പുണ്ട്. എന്നാൽ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം മാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയപ്പെടുമ്പോൾ ആ മൂടുപടം മാറി ക്രിസ്തു തന്നെ വെളിപ്പെടുത്തി തരണം. ആ വെളിപ്പാട് എന്താണെന്നതിനെ കുറിച്ച് മൂടുപടം നീങ്ങപ്പെട്ടവർക്ക് മാത്രമേ, സ്തോത്രമല്ലിയ, ഇത് ഹൃദയത്തിൽ വെളിപ്പെട്ടു വരികയുള്ളൂ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവർക്കെല്ലാം ഇതൊരു തിരുവഴുത്ത് മാത്രമായിരിക്കും. ഹല്ലേലൂയ. 1-2 വേദവാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ പഠിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എനിക്ക് ആ ഭാഗത്തേക്കൊന്ന് ഇറങ്ങി വരാൻ പറ്റുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രലീയം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വീടിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 2-ന്റെ 22-ാമത്തെ വാക്യം. അവൻ ഇത് പറഞ്ഞത് എന്ത് എന്ന് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ ഓർത്തു. തിരുവഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. ഹല്ലേലൂയ. എപ്പോഴാ? പുനരുദ്ധാനത്തിന്റെ ശക്തി വന്ന ശേഷം, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം, സ്തോത്രം, യേശു പറഞ്ഞതും തിരുവഴുത്തും അവർക്ക് ബോധ്യം വന്നു. മനസ്സിലാകുന്നവർക്കായി സ്തുതിക്കുന്നു. യോഹന്നാൻ 11 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്: യേശുവിൻ്റെ തേജസ്വീകരണം കഴിഞ്ഞ ശേഷം യേശു എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുവരെ എന്തുണ്ടായിരുന്നു? ഒരു വലിയ മൂടുപടമുണ്ടായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തിരുവഴുത്ത് അതിൻ്റെ നിലയിൽ നമുക്ക് പൊരുൾ തിരിച്ചു വരണമെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അതിനകത്ത് വ്യാപരിക്കണം. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയുള്ളവർക്ക് മാത്രമേ
ഈ തിരുവഴുത്തുകളുടെ വെളിപ്പാടുകൾ കൈമാറി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ 9ാമത്തെ രാത്രിയിൽ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആത്മനിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും തിരുവഴുത്ത് കേൾക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥന കഴിയുന്നതിനു മുമ്പേ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ട്. അതിന് കാരണം ഞാൻ പറയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ ഒരുവന് സ്പർശിക്കണമെങ്കിൽ അവന്റെ ആത്മമണ്ഡലം ശരിയാകണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധി കൊണ്ടും ആരാധിക്കാൻ പറ്റും, നിങ്ങൾക്ക് ശരീരം കൊണ്ടും ആരാധിക്കാൻ പറ്റും. എന്നാൽ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അപ്പോൾ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയും ശരീരങ്ങൾ കൊണ്ടുള്ള പ്രാർത്ഥനയും വേണം. എന്നാൽ അതിനപ്പുറം ബൈബിൾ പറയുന്നത് കേട്ടോ, ആദ്യം സംഭവിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ ആത്മാവ് നിറയണം. പുസ്തകത്തിന്റെ വായന അല്ലെങ്കിൽ പഠിക്കുന്നവർക്കറിയാം, ഒരുവന്റെ ആരാധന ദൈവസന്നിധിയിൽ സഭയിൽ വരുമ്പോൾ ആരാധന പൂർണ്ണമായി മാറപ്പെടണമെങ്കിൽ ആദ്യം പാട്ടല്ല. നമ്മൾ പാടി ആത്മാവിലാകുകയാണ് ചെയ്യുന്നത്, അല്ലേ? സൊല്ലിയ 3ാമത്തെ പാട്ട് ആവർത്തിച്ച് പാടുമ്പോൾ അവൻ്റെ അവസാനമാണ് നമുക്ക് ആത്മാവ് വരുന്നത്. എന്നാൽ പുസ്തകം പറയുന്നത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാവണം? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഓ ഹല്ലേലൂയ. കാലം തിരിയപ്പെട്ടു. കാലത്തിൻ്റെ സുതുല്യം അന്ത്യത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ ദൈവസഭയും തിരിയപ്പെട്ടു. ആരാധിച്ച് ആത്മാവിലാകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പിതാക്കന്മാരുടെ കാലം നമ്മൾ പുറകിലോട്ടൊന്നിറങ്ങി നോക്കണം. അവർ വന്ന് ആദ്യം കുറേ നേരം ജാഗരിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്തിനാണ് ജാഗരിക്കുന്നത്? ഓ ഹല്ലേലൂയ. ജാഗരിക്കുന്നതിൻ്റെ പിന്നിലെ പുറകിലെ അർത്ഥം, അവരിരുന്ന് ഇങ്ങനെ സ്തോത്രം ചെയ്ത് ശബ്ദമൊന്നും പുറത്തു വരില്ല, കണ്ണൊന്നും ഇങ്ങനെ നനഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവ് പാടാൻ പോകുന്ന പാട്ട് വലിയ ആത്മസാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടണം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വന്നതുപോലെ മടങ്ങിപ്പോകാൻ ഒരുത്തനെയും ദൈവം അനുവദിക്കരുത്. എല്ലാവരുടെ മേലും ആത്മാവ് വരണമെന്ന് ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് തുടങ്ങപ്പെട്ട സഭ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ബുദ്ധി അറിവിലല്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു ആത്മാവിൽ ആരാധിച്ചു തുടങ്ങപ്പെട്ട സഭ വെളുക്കുവോളം ആരാധിക്കപ്പെടും. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അനുഭവമുള്ളവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വീണത് പെന്തക്കോസിൻ്റെ പായിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുറകാല അനുഭവം എനിക്കറിയാം. കഴിഞ്ഞ നീണ്ട 22 വർഷം കൊണ്ട് യേശുവിനെ പ്രസംഗിക്കാൻ എനിക്ക് കർത്താവ് അവസരം തരുന്നു. ഇന്ന് രാത്രി വേള ഞാൻ ഇപ്രകാരം വിളിച്ചു പറയും, ഒരു കാലഘട്ടത്തിൽ ആത്മനിറവ് എന്താണെന്ന് അനുഭവിക്കപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്ന പിതാക്കന്മാർ. എന്നാൽ ഇന്നത്തെ തലമുറ ആ ആത്മനിറവ് ഹല്ലേലൂയ ബുദ്ധിയിൽ നിന്ന് ഹല്ലേലൂയ അകത്തേക്ക് പോകപ്പെടുമ്പോൾ സഭ മടങ്ങി വരണം. ആത്മാവിൽ ആരാധിച്ച് ആത്മമണ്ഡല സ്വാതന്ത്ര്യപ്പെടപ്പെട്ടാൽ നിങ്ങൾ നിർത്തുന്നത് എപ്പോഴെന്ന് നിങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു വലിയ ആത്മമണ്ഡലം ഈ സഭയ്ക്കകത്ത് ഓപ്പണായി വരുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുന്നു. ആത്മനിറവ് വെളിപ്പെട്ടു വരട്ടെ. വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ ദൈവസഭയ്ക്കകത്ത് പൊരുള് തിരിഞ്ഞു വരേണ്ടതിന് ആഴമേറിയ വെളിപ്പാട് ഇറങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോഴേ ജാഗരിച്ചു കൊണ്ടിറങ്ങണം, പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങണം. കർത്താവ് ഏത് പാട്ടാണെന്ന് പള്ളിയിൽ പാടേണ്ടത്. എനിക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ എനിക്ക് ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് അവസരം തരണമേ എന്ന് ജാഗരണം വീട്ടിൽ നിന്നേ തുടങ്ങണം. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഈ ക്രിസ്തു വെളിപ്പാടിൽ കൂടി മാത്രമേ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ഈ മൂടുപടം മാറുകയുള്ളൂ. ആ മാറി കിട്ടിയാൽ ഒരു വലിയ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ പറ്റും.
ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ഹൃദയത്തെ തിരിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ക്രിസ്തു വെളിപ്പാടിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. 3 ഭാഗങ്ങൾ. ക്രിസ്തു വെളിപ്പാടിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തെ 3 വെളിപ്പാടുകളെ കൊണ്ട് നമുക്ക് ഹല്ലേലൂയ നമ്മൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് 3 വെളിപ്പാടുകളായിട്ട് തിരിക്കാം. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. 2, സ്തോത്രലിയം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴമേറിയ ക്രിസ്തു വെളിപ്പാട്. 3, ദൈവസഭയെക്കുറിച്ചുള്ള ക്രിസ്തു വെളിപ്പാട്. ഹല്ലേലൂയ. എത്ര വെളിപ്പാടുകൾ? ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ. 2, മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പാട്. 3, സഭയെന്ന് പറയുന്ന ഒരു വലിയ ക്രിസ്തു വെളിപ്പാട് പുതിയ നിയമസഭ അറിഞ്ഞിരിക്കണം. സ്വത്രലിയാം തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. സ്വത്രലിയാം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന 2ാമത്തെ ഭാഗമാണ്. ദൈവം എന്ന ഭാഗത്തെ നമുക്ക് ഹല്ലേലൂയ വിട്ടിട്ട് 2ാമത്തെ ഭാഗം, അതാണ് നമുക്ക് പഠിക്കേണ്ടത്. പഠിച്ചിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കയറണം. സ്വത്രലിയാം തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. അപ്പോൾ മനുഷ്യരാശിയെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചെടുക്കണം. അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതിന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അറിയുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആത്മമണ്ഡലം തുറക്കപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം മനുഷ്യനുമായുള്ള ആഴമേറിയ വെളിപ്പാട് തുറന്നു കിട്ടിയത് യേശുക്രിസ്തുവിൽ കൂടിയാണ്. യേശുക്രിസ്തുവാണ് കർത്താവാണ് പറയപ്പെട്ടത്. സ്തോത്രം. എന്നിൽ കൂടി അല്ലാതെ നിങ്ങൾക്ക് പിതാവിനെ തിരിച്ചറിയാൻ പറ്റില്ല. ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിലും യേശുക്രിസ്തുവിനെ അറിയണം. യേശുക്രിസ്തു ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. സോ ഞാനും നിങ്ങളും എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് അറിയണമെങ്കിലും യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ അതറിയാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നു മുതൽ നമ്മുടെ പഠനം ആരംഭിക്കണം. കർത്താവേ, അതിനെക്കുറിച്ച് എനിക്ക് ആഴമേറിയ വെളിപ്പാട് തരണമെന്ന്. സ്വതന്ത്രലിയ നമുക്ക് തുടങ്ങാം. സ്വതന്ത്രലിയ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ സ്വതന്ത്രലിയ 29-ാം വാക്യവും 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 29-30. നല്ല തിരുവെഴുത്തുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 8 നമ്മൾ വിശദീകരിച്ച് പഠിക്കേണ്ട ഭാഗമാണ്. മുകളിലത്തെ തിരുവെഴുത്തുകൾ മുഴുവൻ വായിച്ചു വരപ്പെടുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സ്തോത്രം. ദൈവത്തിന് മനുഷ്യരാശിയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. സ്തോത്രം. വെറും 3 വാക്യത്തിനകത്ത് ആത്മാവ് ഈ പുസ്തകത്തെ മുഴുവനായി ചുരുക്കി വെച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം. സ്തോത്രം. നമുക്ക് ഒരു കസാര തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് മക്കളെ? ഇരിക്കാൻ. നമുക്കൊരു വാഹനം തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഓടിക്കാൻ വേണ്ടിയിട്ടാണോ? സമയത്തിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മളെ ദൈവം സൃഷ്ടിച്ചാക്കിയതിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ നമ്മളെ ദൈവം സൃഷ്ടിച്ചാക്കിയതിന്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കാൻ എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. എത്ര മണിക്കൂർ? ഞായറാഴ്ച 2.5 മണിക്കൂർ. ഹല്ലേലൂയ. 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 ദൂതന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്നത് അറിയാമോ? 24 മണിക്കൂറും ആരാധിക്കാൻ അവിടെ ആളുണ്ടെന്ന്. പിന്നെയാണ് നിന്റെ 3 മണിക്കൂർ ആരാധന. ഓ ഹല്ലേലൂയ. 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 അപ്പൊ പിന്നെ നമ്മളെ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? മർമ്മം പൊളിച്ചു തരുന്നു. ദൈവത്തെ സ്നേഹിക്കാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ആരാധന അല്പം കുറഞ്ഞു പോയാലും സ്നേഹം കുറയരുത്. ഹല്ലേലൂയ. അന്യഭാഷ അല്പം കുറഞ്ഞു പോയാലും സ്നേഹം കുറഞ്ഞു പോകരുത്. ഓ ഹല്ലേലൂയ. എൻ്റെ വാട്സപ്പിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, നിങ്ങൾ ആരാധനയിൽ മടുപ്പ് കാണിച്ചാലും ദൈവത്തെ സ്നേഹിക്കുന്നതിൽ മടുപ്പ് കാണിക്കരുത്. ഹല്ലേലൂയ. പുസ്തകം നമുക്ക് തരുന്ന വെളിപ്പാടെന്നറിയാമോ? പഴയ നിയമത്തിൽ ഏകദേശം 613 കൽപ്പനകളുണ്ട്. 613 കൽപ്പനകൾ. എന്റെ യേശു കർത്താവ് ആ 613 കൽപ്പനകളെയും 2 കൽപ്പനയിലാക്കി കൊടുത്തു. 2 കൽപ്പനയിൽ. ഒന്ന്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. അതിനോടൊക്കുന്നു രണ്ടാമത്തെ കൽപ്പന. എന്താണ്? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ദേശം മറന്നു പോകരുത്. ഒന്നാമതായി ദൈവത്തെ, രണ്ടാമതായി കൂട്ടുകാരനെ. കൂടെ ആരാധിക്കുന്നവന് കൈ കൊടുക്കാതെ, സ്തോത്രം പറയാതെ, അന്യായ ഭാഷ പറയുന്ന നിന്നെ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ മൊത്തം തെറ്റിയില്ലേ? വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ടാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. പുസ്തകം പറയുന്നത് കേട്ടോ, കൊരിന്ത്യ ലേഖനം 13, നിങ്ങൾ ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, നിങ്ങളുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും, നിങ്ങളുടെ വസ്തുവകൾ മുഴുവനും വിറ്റുവറക്കി ദാനം ചെയ്താലും, സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ലെന്ന് തിരുത്തപ്പെടണം. 9ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ബോധ്യപ്പെടുത്തുന്നു, ദൈവസഭ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ദൈവമക്കൾ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആരാധനയിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ആരാധന ഉയരപ്പെടുമ്പോൾ ഉയരേണ്ടത് ആഴത്തിലെ സ്നേഹമാണ്. ഇന്ന് പകൽ ഈ രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഹല്ലേലൂയ ദൈവസ്നേഹം പൊന്തി വരട്ടെ. കൂടെ ആരാധിക്കുന്നവനോടുള്ള സ്നേഹം പൊന്തി വരട്ടെ. അവൻ്റെ ഇല്ലായ്മ കാണാനുള്ള കാഴ്ചപ്പാട് തുറന്നു വരട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, അവൻ്റെ ഇല്ലായ്മ കണ്ടിട്ട് അവനോടൊത്തിരുന്ന് സ്തോത്രം പറയുന്ന നിനക്ക് ആത്മഭാരം ഉണ്ടാകാത്തതിന്റെ പുറകിലെ രഹസ്യം സ്നേഹമില്ലാത്തതോ? ഓ ഹല്ലേലൂയ. നിന്റെ മക്കൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നിനക്ക് വേദന ഉണ്ടാവും ഇല്ലേ? ഞാൻ കഴിച്ചില്ലെങ്കിൽ എൻ്റെ മക്കളെ ഊട്ടണമെന്നുള്ള ആഗ്രഹമാണ്. എന്നാൽ നമ്മുടെ സഭയിലെ എത്ര മക്കൾ ആഹാരം കഴിക്കാത്തതിൻ്റെ വേദന നമുക്കറിയാം. കണ്ടോ റൂട്ട് പോയിരിക്കുന്ന പോക്ക് കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ബേസിക്കലി പിശാച് തകർത്ത് കളഞ്ഞു. പണിയപ്പെടണം. ഇത് ആരിൽ കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? യേശു ക്രിസ്തുവിൽ കൂടി നോക്കിയപ്പോഴാണ് മനസ്സിലായേ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രമല്ലേലും നിങ്ങൾ പ്രവചിച്ചില്ലേലും, നിങ്ങൾ ദൂത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. സ്വർഗത്തിൽ പോകുമ്പോൾ അപ്പനോട് കൂടെ ഇരിക്കണോ? ഒരു കാര്യം ചെയ്താൽ മതി, സ്നേഹിച്ചാൽ മതി. തമ്പുരാനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, കൂടെ ആരാധിക്കുന്ന സഹജീവികളെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്നേഹിക്കുന്നത് മൃഗങ്ങളെയാണ് അല്ലേ?
എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ അല്ല ഈ പറഞ്ഞ ഇപ്രകാരമാണ്, സ്തോത്രം, എനിക്ക് ഇന്ന പാസ്റ്റർ വീട്ടിലെ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. കാറിൽ യാത്ര ചെയ്യുന്നു, നല്ല മുന്തിയ ഹോട്ടലിൽ കയറ്റി നെമ്മീൻ വറുത്തത് മേടിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ആ പാസ്റ്റർ പറഞ്ഞത്, ഞാൻ ജനിച്ചപ്പോൾ ഇന്ന പാസ്റ്റർ മോനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കേണ്ടെന്നല്ല, കൂടെ ആരാധിക്കുന്നവന്റെ വിശപ്പ് അറിഞ്ഞുകൂടായെങ്കിൽ ഹല്ലേലൂയ പിന്നെ എന്താ നമ്മുടെ ആത്മമണ്ഡലം? മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിണങ്ങാം. സ്തോത്രം ഉയർത്തി കൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എന്നെയും നിങ്ങളുടെയും ഉദ്ദേശം ദൈവത്തെ സ്നേഹിക്കുക. അതിനപ്പുറം ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. ഈ പുസ്തകം ആഴമാണ് നമുക്ക് തരുന്ന വെളിപ്പാട് ഈ 2 കൽപ്പനയ്ക്കകത്താണ്. ഇതില്ലാത്ത ഒരു പ്രസംഗവുമില്ല, ഇതില്ലാത്ത ഒരു ആത്മമണ്ഡലവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പുസ്തകത്തിലെ പഠനത്തിലേക്ക് പോകാം. സ്തോത്രം. ദൈവം തൻ്റെ തിരുഹൃദയത്തിനകത്ത് ഒരു വലിയ പദ്ധതി തയ്യാറാക്കുന്നു. നമ്മൾ മനുഷ്യനും ദൈവമായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. തമ്പുരാന്റെ തിരുഹൃദയത്തിനകത്തൊരു ആഗ്രഹം എപ്പോഴെന്നറിയാമോ? കാലമുണ്ടാകുന്നതിന് മുമ്പ്. നിങ്ങളുടെ പുറകിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്, പുറകിലോട്ട്. സ്തോത്രം. കാലമുണ്ടാകുന്നതിനപ്പുറം. എപ്പോഴാ കാലമുണ്ടായത്? കാലനുണ്ടായതല്ല, കാലം ഉണ്ടായത്. സ്തോത്രം. ഉൽപ്പത്തി 1:1 കാലത്തിന്റെ തുടക്കം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. നമ്മൾ ഇരിക്കുന്ന ഈ കാലഘട്ടം ഏതാണ് മക്കളെ? നമ്മൾ പാട്ടും പാടാറുണ്ട്. ഏത് പാട്ടാ? അന്ത്യകാലം, അന്ത്യകാലം അല്ലേ? അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏത് കാലത്തിലാണ്? അന്ത്യകാലത്ത്. വെളിപ്പാട് പുസ്തകം വായിക്കുന്നത് ഇനി കാലം ഉണ്ടാകില്ല. അപ്പോൾ കാലത്തിനൊരു തുടക്കമുണ്ട്, കാലത്തിനൊരു അവസാനമുണ്ട്. ഇത് രണ്ടിന്റെ അപ്പുറത്ത് ഒരു വസ്തുതയുണ്ട്. അതിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നിത്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലത്തിന് മുമ്പും കാലത്തിന് പുറകിലും ബൈബിൾ വിളിക്കുന്ന പേരാണ് നിത്യത. ഹല്ലേലൂയ. അതിന് ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്: പൂർവകാല നിത്യതയെന്നും 2 ഭാവികാല നിത്യതയെന്നും. ഹല്ലേലൂയ. ഈ ഭാവികാല നിത്യതയിൽ ഇരിക്കുന്ന ദൈവം, പൂർവകാല നിത്യതയിൽ ഇരുന്ന ദൈവം തൻ്റെ തിരുഹൃദയത്തിനകത്തൊരു വലിയ ആഗ്രഹമുണ്ടായി. താനും തൻ്റെ മകനും തമ്മിൽ സ്നേഹം പങ്കുവെക്കുന്നത് പോലെ എനിക്ക് കുറെ മക്കളെ വേണം. എന്നോടുകൂടെ വരണേ. നമ്മൾ നേരെ അങ്ങ് പോവുകയാണ്, നിത്യതയിലേക്ക് പോവുകയാണ്, പൂർവകാല നിത്യതയിലേക്ക്. സ്തോത്രമല്ലിയ. ആ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹം. ഹല്ലേലൂയ, എനിക്ക് കുറെ മക്കൾ വേണം. ആ ദൈവത്തിന്റെ വീട്ടിൽ എത്ര മക്കളുണ്ടായിരുന്നു അറിയാമോ? എത്ര മക്കളുണ്ടായിരുന്നു? ദൈവത്തിന് മക്കളോ? എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? എത്ര മക്കളുണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവർക്കും വചനം അറിയാം, നിങ്ങൾ അത് പൊരുൾ തിരിഞ്ഞ് ഹൃദയത്തോട്ട് കയറി വരാത്തോണ്ടാ. ഒരാൾ പറഞ്ഞു 2 മക്കളെന്ന്. ഉറക്കപ്പായി കിടന്നാലും പറയേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ 3:16. എന്താ? ഉറക്കപ്പായിൽ നിന്ന് തട്ടി എണീപ്പിച്ചാലും പറയേണ്ട വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ എത്ര മക്കളെന്ന് പറഞ്ഞ്? എത്ര മക്കളെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു? തന്റെ ഏകജാതനായ. അപ്പൊ എത്ര മക്കളുണ്ടായിരുന്നു? ഒരു മോൻ. എന്നോട് കൂടെ ഉണ്ടോ? നമ്മുടെ പാസ്റ്റർക്ക് മൂത്ത മോൾ അല്ലേ, ആദ്യം ജനിച്ചപ്പോൾ ആ കൊച്ചിനെ വിളിച്ചു എന്താണ്? ഏകജാതൻ. രണ്ടാമത്തെ ആൾ വന്നപ്പോൾ ഇവൾ ആരായി മാറി? ആദ്യജാതനായി മാറി. എന്നോട് കൂടെ ഉണ്ടോ?
ഏകജാതൻ ആദ്യജാതനായി മാറി. പുസ്തകം നമ്മൾ റോമാലേഖനം വിട്ടില്ലല്ലോ, 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഒന്ന് പെട്ടെന്ന് വായിച്ചു. 29-ാമത്തെ വാക്യം. ആദ്യജാതനായി മാറി. ഓ ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു ഏകജാതൻ എന്ന് പറഞ്ഞു. റോമാലേഖന കർത്താവ് പറയുന്നു ആദ്യജാതൻ. അപ്പോൾ ആ വീട്ടിൽ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടായി. ആ മകനാകാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടവർക്കായി സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആർക്കെങ്കിലും ആ ഭാഗ്യ പദവി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏക വഴി തൻ്റെ പുത്രന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഇന്ന് പകലിൽ ഈ രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് പറയപ്പെടും, എനിക്കും നിങ്ങൾക്കും ആ വീട്ടിൽ മകനാകാനുള്ള അധികാരം ലഭിക്കപ്പെട്ടു. യോഹന്നാൻ 1:12 അങ്ങനെയാണ് പറഞ്ഞത്, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ആർക്കും. ഓ ഹല്ലേലൂയ. എന്ത് കിട്ടി? അധികാരം കിട്ടി. മക്കളായില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ എപ്പോഴാകും? ആ വാക്യം പറയുന്നു, തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ഓ ഹല്ലേലൂയ. അർത്ഥം പുത്രനെ പോലെയാകണം. ആകുമ്പോൾ മാത്രമേ മകൻ എന്ന പോസ്റ്റ് ലഭിക്കൂ. എന്നോട് കൂടെയുണ്ടോ? എന്നോട് കൂടെയുണ്ടോ? അധികാരം ലഭിക്കപ്പെട്ടു. പക്ഷെ നീ പുത്രനായി മാറാൻ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനായി നീയും ഞാനും അവനെ പോലെ ആയിത്തീരുമ്പോൾ ഒരു ദിവസം കാഹളം മുഴങ്ങപ്പെടും. ഞാനും നിങ്ങളും. ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്ന ഇപ്രകാരമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം പറഞ്ഞ ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ യേശുവിനെ മുഖാമുഖമായി കാണുമ്പോൾ ഞാൻ അവനെ പോലെയാകും. ഹല്ലേലൂയ. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി വേള എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് പറയും, ഹല്ലേലൂയ, ഒരു ദിവസം എൻ്റെ കർത്താവിനെ ഞാൻ മുഖാമുഖമായി കാണും. അന്ന് എൻ്റെ അല്ലലെല്ലാം മാറിപ്പോകും. അന്ന് എൻ്റെ കണ്ണുനീർ മാറിപ്പോകും. അന്ന് എൻ്റെ കാലിൽ കറുത്ത നിറം മാറിപ്പോകും. അന്ന് എൻ്റെ ചുളിവ് മാറിപ്പോകും. ഞാൻ എൻ്റെ യേശുവിനെ പോലെ ആയിത്തീരുന്ന ഒരു നല്ല ദിനം എനിക്കുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടോ? ഹൃദയം തട്ടി പ്രകാശിച്ച് കാണട്ടെ, ഞാൻ അവനെ കാണും. ഓ ഹല്ലേലൂയ. രക്തതാഴ്ചയും 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 രക്തതാഴ്ചയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പുത്രനെ പോലെയായി തീരുക. വിശ്വാസ ഓട്ടത്തിനകത്ത് എനിക്കും ദൈവം വെച്ചിരിക്കുന്ന നിങ്ങൾക്കും വെച്ചിരിക്കുന്ന ഏക കാര്യപരിപാടി എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകുകയല്ല, എങ്ങനെയെങ്കിലും പുത്രനെ പോലെയാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം. 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? പുത്രത്വത്തിന്റെ ശരീരം ലഭിക്കേണ്ടതിന് ഉള്ളിൽ ഞരങ്ങുന്നു. ഞരക്കമുണ്ടോ? ഞരക്കമുണ്ടോ? ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഞരക്കം പണ്ട് പാളയിൽ വെച്ചിട്ട് വലിച്ച് ഞരക്കം, അതാണോ ഞരക്കം? ഹല്ലേലൂയ. എന്താണ് ഞരക്കം? കരയുന്നതാണോ ഞരക്കം? പിന്നെ
ഞാൻ പറയാം. ഞരക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശബ്ദത്തിൽ നിലവിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വിടും, വായങ്ങ് പൂട്ടി പിടിക്കും. അപ്പം ശരീരം മൊത്തം ഇങ്ങനെ വിറയ്ക്കും. എന്നിട്ട് കവിൾത്തടം നനഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകും. ഇതിന് പറയുന്ന പേരാണ് ഞരക്കം. എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പുത്രനാകാനുള്ള ഞരക്കം? ഹല്ലേലൂയ. എന്നോട് കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. ശതന വൈഡമനഘടകതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവ് വന്നാൽ നിന്റെ അകത്ത് ഈ ഞരക്കം ആരംഭിക്കും. ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിനെ പരിശോധിക്കണം. പിശാച് വല്ലാതെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഈ ആത്മാവിൻ്റെ ഞരക്കം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഈ ഞരക്കം എനിക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ തമ്പുരാനോട് പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്. തമ്പുരാനോട് പറഞ്ഞൊരു കാര്യം, ഈ വചനത്തിൻ്റെ മർമ്മം മനസ്സിലാകപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഇങ്ങനൊരു ഞരക്കം ഉണ്ടായിട്ടുണ്ടോ? ഈ ഓടിയതും അധ്വാനിച്ചതും മൊത്തം വൃതയായി പോകുമോ? അപ്പോൾ തമ്പുരാനോട് പറഞ്ഞ ഇപ്രകാരമാണ്, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തിനാണ് കരയെന്ന് നിനക്കറിയാമോ? നീ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നീ കരയാറില്ലേ? പക്ഷെ നീ എന്തിനാണ് കരയണമെന്ന് നിനക്കറിയാമോ? നിനക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, നീ അറിയാതെ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവ് നിന്നെ പുത്രനാക്കാനുള്ള കരച്ചിൽ. ഓ ഡാബാറ ശബ്ദൻ 28ാമത്തെ വാക്ക്, 27, 28 അതാണ് നമ്മോട് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടുപോലും പ്രാർത്ഥിക്കാൻ അറിഞ്ഞാത്തത് കൊണ്ട്, നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, ആത്മാവ് ഉള്ളിൽ ഞരങ്ങി പക്ഷപാതം ചെയ്യുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നിന്റെ കണ്ണ് നനയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ അറിയാതെ നിന്റെ അകത്തിരിക്കുന്ന ഈ ആത്മാവ് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്നറിയാമോ? പുത്രനാകാനുള്ള ഒരുക്കം. ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ ഞരക്കത്തിന്റെ ആത്മാവ് എന്റെ സഭയ്ക്കകത്തേക്ക് ഇറങ്ങി വരട്ടെ, എന്റെ തലമുറയിലേക്ക് ഇറങ്ങി വരട്ടെ, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ രാത്രിയിൽ ഞരക്കത്തിന്റെ ആത്മാവ് വ്യക്തികളിലേക്ക് നിറയപ്പെടേണ്ടതിന് ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ആ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുന്നു. ആ ഞരക്കത്തിന്റെ ആത്മാവ് സകലരുടെ മേലും, സകല വ്യക്തികളുടെ മേലും, സകല കുഞ്ഞുങ്ങളുടെ മേലും ആത്മാവെന്ന ആദ്യദാനം ലഭിക്കപ്പെട്ട സകലരുടെ മേലും ഈ ആത്മാവിന്റെ ഞരക്കമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിവേള ഞാൻ ആത്മാവിൽ ഹല്ലേലൂയ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ ഞരക്കത്തിന്റെ ആത്മാവിന്റെ വലിയ ചലനം ഈ 9ാമത്തെ രാത്രിയിൽ ഈ സഭയ്ക്കകത്ത് ഉയർന്നു പൊങ്ങട്ടെ. ആത്മാവിൽ ഞരങ്ങുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്ത് ആത്മാവിൽ എഴുന്നേൽക്കട്ടെ.
അധന റംധന ഭബല റമന ഉഡല ബരദികൾ പ്രഭുഡമന ഘടകതി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയോ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയോ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിന് പുസ്തകം പറയുന്നത് കേട്ടോ, പുസ്തകം പറയുന്നത് കേട്ടോ. ഈ ഞരക്കമുണ്ടാകണമെങ്കിൽ പുസ്തകം പറയുന്ന ഇപ്രകാരമാണ്: ഹൃദയ പരിച്ഛേദന വരണം. ഹല്ലേലൂയ. എന്ത് വരണമെന്ന്? ഹൃദയ പരിച്ഛേദന. പുറമേയുള്ള പരിച്ഛേദനയല്ല, പരിച്ഛേദന അകമേ. അകമേ. ഹൃദയം കീറണം, ഹൃദയം കീറണം. ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് പറയാൻ ആഗ്രഹിച്ച ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. ഞാൻ ഓടി വരുന്നു, ദൈവം അനുവദിച്ചാൽ അത് തൊടാം. സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹൃദയം കീറിയെങ്കിൽ മാത്രമേ കണ്ണുനീർ വരികയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയം കീറണമെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. നമ്മൾ കീറിയില്ലെങ്കിൽ തമ്പുരാൻ കീറുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് പരിശുദ്ധാത്മ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ഈ ഞരക്കം, വിശ്വസിക്കുന്നവർക്ക് ഈ ഞരക്കം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ബേസിക്കൽ എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമ്മളെല്ലാവരും വിശ്വാസികളല്ലേ? അല്ലേ? നമ്മളെ വിളിക്കുന്നത് വിശ്വാസി എന്നല്ലേ? എൻ്റെ ചോദ്യം, വിശ്വാസം എന്നാൽ പറഞ്ഞാൽ എന്താണ്? അത് തന്നെ മക്കളെ, അത് തന്നെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ എന്താണ് കാണാത്തത്? എന്താണ് കാണാത്തത്? എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ എന്താണ് കാണാത്തത്? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ ലേഖനം 4 അവസാന വാക്യം. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4 അവസാനത്തെ വാക്യം. സ്തോത്രം. കേട്ടോ കേട്ടോ കേട്ടോ. കാണുന്നതിനെ അല്ല, കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്താണ് കാണാത്തത്? എന്താണ് കാണാത്തത്? ആ വാക്യം പറ. നിത്യമായത്. ഓ ഹല്ലേലൂയ. എന്നെ ഈ പഠനത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടത് 2017 ഞാൻ പ്രിയ അഭിഷേകിൻ്റെയൊക്കെ ചർച്ചിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ ദൈവദാസനോട് സൂചിപ്പിക്കപ്പെട്ടു. എൻ്റെ ഉപവാസത്തിൻ്റെ 40 ഫാസ്റ്റിങ്ങിൻ്റെ സ്തോത്രലീയം 17ാമത്തെ ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് 2018 ഒരു പുതിയ സന്ദേശം പറയണം, ഒരു പുതിയ ദൂത് പറയണം, എനിക്കിന്നൊരു പുതിയ ദൂത് തരണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാ 27ാമത്തെ ദിവസം 40ാമത്തെ അല്ലെങ്കിൽ 2018 പുതുവത്സര സന്ദേശത്തിന് വേണ്ടിയിട്ടുള്ള ദൂത് തന്നു. ആ ദൂതാണ് ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞവനാർ. അന്നത്തെ പ്രസംഗ വിഷയം ഇങ്ങനെയാക്കി: മനസ്സറിഞ്ഞ് മനസ്സുള്ളവരാകുക. എന്താണ്? മനസ്സറിഞ്ഞ് മനസ്സുള്ളവരാകുക. മനസ്സറിയാൻ തയ്യാറാകുന്നെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ മാത്രമേ മനസ്സറിയാൻ പോകാവൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. ശക്തിയോടെ സ്വതന്ത്രം ചെയ്താണ്. അത്രയും പറഞ്ഞ് അവിടെ വിടുന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥന തുടങ്ങി, കർത്താവേ, എനിക്ക് അങ്ങയുടെ മനസ്സറിയണം, എനിക്ക് അങ്ങയുടെ ഹൃദയം അറിയണം. ഹല്ലേലൂയ. അതുമുതലാണ് എൻ്റെ ശുശ്രൂഷയുടെ ടേണിങ് ആരംഭിക്കപ്പെട്ടത്. അന്ന് വരെ ഞാനൊരു ദൂത് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു, ശക്തമേറിയ ദൂത് പ്രസംഗിക്കും. അന്ന് മുതൽ എന്നെ പരിശുദ്ധാത്മാവ് റൂട്ട് തിരിച്ചു. ഹല്ലേലൂയ.
സ്തോത്രം. ദൂത് നിർത്ത് പ്രസംഗം, ദൈവവചനത്തിൻ്റെ റൂട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. അന്ന് മുതലാണ് ഞാൻ ഈ റൂട്ട് പഠിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. ഇന്ന് 40 തീർന്നു, നാളെ മുതൽ വീണ്ടും 40 ഇരുന്നു. ഇതിൻ്റെ ഒരു ചെറിയ വെളിപ്പാടെങ്കിലും കിട്ടാൻ മനസ്സിലാകുന്നുണ്ടോ? പൗലോസിന് എത്ര വർഷം എടുത്ത് ഈ ക്രിസ്തു വെളിപ്പാട് കിട്ടാൻ? 3.5 കൊല്ലം. അപ്പോസ്തലന്മാർക്ക് എത്ര കൊല്ലം കിട്ടും? 14 വർഷം. അപ്പം നമുക്കോ? ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്ന സാധനമൊന്നും അല്ല. നീ ഇരിക്കാൻ തയ്യാറായാൽ തമ്പുരാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അവനെക്കുറിച്ചുള്ള അറിവ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പുസ്തകം പഠിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു എബ്രായ ലേഖനം വായിക്കാൻ പറഞ്ഞു. എബ്രായ ലേഖനം വായിക്കാൻ പറഞ്ഞു. വായിച്ച് 3-4 വട്ടം വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവസാന അധ്യായത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നോട് പറഞ്ഞു, വിശ്വസിച്ചിട്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുവിൻ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വിശ്വസിച്ചിട്ട് എങ്ങനെ നാശത്തിലേക്ക് പോകാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചിട്ട് എങ്ങനെ നാശത്തിലേക്ക് പോകാൻ പറ്റും? പുസ്തകം പറയുന്നു, വിശ്വസിച്ചിട്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അടുത്ത് തമ്പുരാൻ പറഞ്ഞു, നീ വിശ്വാസം എന്താണെന്ന് പഠിക്കണം. അന്ന് മുതൽ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്, ഇന്ന് ബൈബിൾ പ്രഖ്യാപിക്കപ്പെടുന്ന 2 വിധ വിശ്വാസമുണ്ട്. 2 വിധ വിശ്വാസങ്ങൾ. ഒന്ന് കാണുന്ന വിശ്വാസവും 2 കാണാത്ത വിശ്വാസവും. മനസ്സിലാകുന്നുണ്ടോ? കാണുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗം മുഴുവനും കാണുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. 99% പ്രസംഗങ്ങളും കാണുന്ന വിശ്വാസത്തെക്കുറിച്ചാണ്. എന്നാൽ എൻ്റെ തമ്പുരാൻ പറഞ്ഞു, നീ കാണുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗം നിർത്തിയിട്ട് കാണാത്തതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കാണുന്നത് താൽക്കാലികമാണ് മക്കളെ, അത് ഈ ഭൂമി കൊണ്ട് തീർന്നു പോകപ്പെടും. കാണാത്ത നിത്യതയിലേക്ക് കണ്ണ് നീട്ടപ്പെടുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ കരളുരുകി പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് കാണുന്നൊരു വിശ്വാസമല്ല വേണ്ടത്, കാണാത്ത നിത്യമായൊരു വിശ്വാസം എൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവേ നീ എനിക്ക് തുറന്നു തരണമെന്ന് ഇന്ന് രാത്രിയിൽ ആരെല്ലാം ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ കണ്ണ് ഇന്ന് രാത്രി എൻ്റെ സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്, നിങ്ങൾക്ക് കടുക് മണിവോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ത് സംഭവിക്കപ്പെടും? ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങിപ്പോകും. ഏത് ജാതി നീങ്ങിപ്പോകും? ഏത് ജാതി നീങ്ങിപ്പോകും? ഈ മലയോട് നീങ്ങി കടലിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് എന്ത് വിശ്വാസം മതി? മല മാറാൻ കടുക് മണി മതി വിശ്വാസം. എന്നോട് കൂടെ ഉണ്ടോ? മല മാറാനുള്ള വിശ്വാസം കടുക് മണിയോളം മതി. പക്ഷെ നിന്റെ അവിശ്വാസം എന്ന് പറയുന്ന ജാതി മാറണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ കഴിയൂ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എന്തിന് ഉപവസിക്കണമെന്നറിയാമോ? എന്തിന് പ്രാർത്ഥിക്കണമെന്നറിയാമോ? എൻ്റെ അവിശ്വാസം എന്ന ഹൃദയത്തെ ദൈവമേ മാറ്റി തന്നിട്ട് എനിക്ക് ക്രിസ്തു വെളിപ്പാടിൻ്റെ വിശ്വാസത്തെ തുറന്നു തരണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം വിളിച്ചു പറയൂ, എൻ്റെ യേശു തമ്പുരാൻ ഇന്ന് രാത്രി കാണാത്ത നിത്യമായ വെളിപ്പാടുകളെ തുറക്കപ്പെടുവാൻ ഈ സഭ പ്രാർത്ഥന ആരംഭിക്കട്ടെ. ഈ 9ാമത്തെ രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രബോധിപ്പിക്കും. കടം മാറാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നത് ഉണ്ടാവാം, ഭാവിക്ക് വേണ്ടി ഉപവസിക്കുന്നവരുണ്ടാകാം. ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം വിളിച്ചു പറയും, അതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്.
എന്നാൽ കാണാത്തതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഉയരണം. നിന്റെ ഹൃദയത്തിൻ്റെ അവിശ്വാസം കൊണ്ട് വിതയ്ക്കപ്പെടുന്ന ഇരുട്ടിൻ്റെ അധികാരത്തെ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം വിളിച്ചു പറയോ, ലോകത്തിൽ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് തുറക്കാതെ വണ്ണം, ആ നീതി തേജസ്സിന്റെ പ്രഭ വെളിപ്പെടാതെ വണ്ണം തടയുന്ന ഇരുട്ടിന്റെ ശക്തിക്ക് നേരെ സഭ പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ. 9ാമത്തെ രാത്രി ഞാൻ നിങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇന്ന് മുതൽ ടേണിംഗ് ആയി മാറണം. നിങ്ങളുടെ ഉപവാസം എന്തിനു വേണ്ടെന്നറിയാമോ? അവിശ്വാസം മാറണം. എൻ്റെ മക്കളുടെ അവിശ്വാസം മാറണം, എൻ്റെ അവിശ്വാസം മാറണം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണം. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്. അപ്പൊ നമുക്ക് പോകാം. ഹല്ലേലൂയ. അപ്പോൾ കാണുന്ന വിശ്വാസം താൽക്കാലികമാണ്, കാണാത്തതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ വിശ്വാസം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ലഭിക്കപ്പെടുന്നതാണ്. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോ. സ്തോത്രം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. കണ്ടോ, അവിടെ വായിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം. ഈ വിശ്വാസം എന്താണ്? വിലയേറിയ വിശ്വാസമാണ്. എന്തിന്റെ വിശ്വാസം? കാണാത്തതിനെ കുറിച്ചുള്ള വിശ്വാസം വിലയേറിയതാണ്. അത് എന്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ? ക്രിസ്തുവിന്റെ നീതിയിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഈ വിശ്വാസം ലഭിക്കുകയുള്ളൂ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ കാണുന്ന വിശ്വാസത്തിന് മരിച്ചവരെ വരെ ഉയർപ്പിക്കാം കേട്ടോ. കാണുന്ന വിശ്വാസത്തിന് മരിച്ചവരെ വരെ ഉയർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതല്ലേ പറയുന്നത്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ എന്ത് മഹത്വ കണ്ടേ? എന്ത് മഹത്വ കണ്ടേ? ദൈവത്തിന്റെ മഹത്വം. എന്ത് മഹത്വം? ഉയർത്തു എന്നതാണല്ലേ, ഉയർത്തു എന്നതാണ്. പക്ഷെ ലാസർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ലാസർ എന്നേ മണ്ണിന്റെ അടി പോയെന്നറിയോ? എന്നോട് കൂടെ ഉണ്ടോ? എന്നോട് കൂടെ ഉണ്ടോ? ഇപ്പോൾ കാണുന്ന വിശ്വാസത്തിന് ഉയർപ്പിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെങ്കിൽ കാണാത്ത വിശ്വാസം വേണം. ഓ ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ വരെ ഇത് കയറണം. ഈ വചനം കയറണം. വചനം അകത്ത് വലിയ സ്ഫോടനമായി മാറും. ഇന്ന് പകൽ ഈ രാത്രിയിൽ ഈ വചനം ഒരു വലിയ സ്ഫോടനമായി ഇതിനകത്ത് മാറും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രമില്ല. എന്താണ് കാണാത്തത്? ഈ പുസ്തകത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു. അത് മറ നീക്കി പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഹല്ലേലൂയ. ഒന്ന് കാണാത്ത നിത്യമായ കാര്യത്തെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. ഒന്നാമത്തെ കാര്യം അത് യേശു കർത്താവാണ് നമ്മോട് പറഞ്ഞത്. എന്താണെന്ന് അറിയാമോ? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവിടെ മധ്യേ ഞാനുണ്ട്. ഇവിടെ ആരുണ്ട്? ഓ ഹല്ലേലൂയ. യേശുവുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? പുസ്തകം പറയുന്നു കാണണമെന്ന്. കണ്ണ് തുറന്ന് കാണാമോ ഇന്ന്? ഹല്ലേലൂയ. ശാന്തനാദഗൽ പ്രബുടമനഗടഗസി. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11 മോശയുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പുസ്തകം പറയുന്നത് കേട്ടോ എന്നറിയാമോ?
അദർശനായ ദൈവത്തെ മോശ കണ്ടതുപോലെ വിശ്വസിച്ചു. കണ്ടെന്നല്ല, കണ്ടതുപോലെ. ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത് പോലെ തേജസ്സിൻ്റെ ഉടമസ്ഥനായ എൻ്റെ യേശു ഇതിനകത്ത് നിൽപ്പുണ്ട്, ഇതിനകത്ത് സഞ്ചരിക്കുന്നുണ്ട്, ഇതിനകത്ത് അവൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്, അവൻ ഇതിനകത്ത് ഉലാവുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ തമ്പുരാൻ ഇതിനകത്ത് നടക്കുന്ന ഒച്ച എത്ര പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട്? ഇന്ന് രാത്രി നീ വന്നതിന് മുമ്പ് എൻ്റെ തമ്പുരാൻ ഇതിനകത്ത് വന്നു. ഇന്ന് രാത്രി എൻ്റെ തമ്പുരാൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ന് രാത്രി നിന്നെ തൊടാതെ പോകുകയില്ല. വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് ഇന്ന് രാത്രി ആരൊക്കെ കാണാൻ തയ്യാറാകുന്നുവോ അവനെ എൻ്റെ തമ്പുരാൻ തൊടാതെ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് വിടുകയില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇനി പഴയ നിയമം വായിച്ചാലോ? പഴയ നിയമം മുഴുവനും ഇത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്താ പറയുന്നത്? യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. എവിടെ? കാരാഗൃഹത്തിൽ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കാരാഗൃഹത്തിലാണെങ്കിൽ നിന്നോട് കൂടെ കാരാഗൃഹത്തിൽ വരുന്നൊരു ദൈവം. നീ പൊട്ടക്കുഴിക്കകത്താണെങ്കിൽ പൊട്ടക്കുഴിക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവം. നിന്റെ സഹോദരങ്ങൾ നിന്നെ കുഴിച്ച കുഴിക്കകത്തേക്ക് വലിച്ചെറിയപ്പെട്ടെങ്കിൽ അവരോട് കൂടെ അല്ല എൻ്റെ ദൈവം. ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള, വെളിപ്പാടുള്ള, നിന്നോട് കൂടെ ഈ കുഴിക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവത്തെ കാണാൻ ഇന്ന് രാത്രി കണ്ണു തുറക്കട്ടെ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നുണ്ടോ? 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 ഹല്ലേലൂയ. യോസേപ്പിനോട് കൂടെ പോത്തിഫറിന്റെ വീട്ടിലും ദൈവം ഉണ്ടായിരുന്നു. പുസ്തകം അങ്ങനെയാ പറയുന്നത്. യോസേപ്പ് നിമിത്തം എൻ്റെ ദൈവം പോത്തിഫറിന്റെ വീടിനെ അനുഗ്രഹിച്ചു. കാരണം യോസേപ്പിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ വായിക്കുന്നത്? വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം പറയും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയും. സ്തോത്രം. ബൈബിൾ നമ്മോട് പറയുന്നു നമ്മളോട് കൂടെ നടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യോസേപ്പിനും പോത്തിഫറിന്റെ വീട്ടിലെ മറ്റ് അടിമകൾക്ക് ഉള്ള സ്വാതന്ത്ര്യത്തെക്കാൾ അധികം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. യോസേപ്പിന് പാപം ചെയ്യാനുള്ളതായ അവസരം ലഭിക്കപ്പെട്ടു. എൻ്റെ ഭാഷയിൽ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി ഇങ്ങനെയാണ്. യോസേപ്പ് പോത്തിഫറിന്റെ ഭാര്യ പിടിച്ച് കസേരയിൽ ഇരുത്തുമ്പോൾ യോസേപ്പ് കണ്ണുകൾ നിറഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആത്മാവിൽ കണ്ടത് ഇപ്രകാരമാണ്. യോസേപ്പ് പറഞ്ഞ ഇപ്രകാരമാണ്: എന്നോട് കൂടെ വന്ന ദൈവത്തിന് ഇരിക്കാൻ പറ്റാത്തടത്ത് എനിക്കിരിക്കാൻ പറ്റൂല. മനസ്സിലാകുന്നുണ്ടോ? യോസേപ്പ് കൂടെ നടന്ന ദൈവത്തെ കണ്ടു. ആ ദൈവം ഇരിക്കാത്തടത്ത് യോസേപ്പിന് ഇരിക്കാൻ പറ്റുന്നില്ല. വാട്സിലെ കുഞ്ഞെ, വാട്സിലെ പ്രിയപ്പെട്ടവരെ, നിന്നോട് കൂടെ സഞ്ചരിക്കുന്നൊരു ദൈവം കാണാൻ പറ്റുന്നുണ്ടോ? നീ ഏത് പടുകുഴിയിലാണോ നീ നിൽക്കുന്നത്, ആ പാപത്തിൻ്റെ ചേട്ട് കരത്തിൻ്റെ അടിയിലും എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ദൈവത്തെ ഇരുത്തിക്കൊണ്ട് പാപം ചെയ്യല്ലേ. കണ്ണു തുറന്ന് കാണാം. പുസ്തകം തരുന്ന വെളിപ്പാട് കണ്ടോ? കൂടെ നടക്കുന്നതല്ല പുസ്തകം പറയുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഹൃദയത്തിലിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അപകടമാണ് മൊബൈലില്ലേ? ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും. എൻ്റെ കുഞ്ഞുങ്ങളെ, അപ്പൻ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തട്ടിമാറ്റൂലേ? അപ്പം വന്നോർന്ന് തട്ടിമാറ്റും, ടീച്ചർ വന്നോർന്ന് തട്ടിമാറ്റും, കൂട്ടുകാർ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടെ കാണുന്നത് അപ്പനും അമ്മയും കാണുമ്പോൾ കാണാൻ പറ്റുമോ? ഭയമുണ്ടല്ലേ അപ്പനെ? എന്തേ ദൈവം കാണുന്നുള്ള കാഴ്ചയില്ലാത്ത?
ബോധം വരുന്നുണ്ടോ? ബോധം വരുന്നുണ്ടോ? നീ വിചാരിച്ച് പപ്പ കണ്ടില്ലെന്നാ, പക്ഷെ നിന്റെ ഹൃദയത്തിരിക്കുന്ന യേശു കണ്ടു. അവനെ കൂടി ഇരുത്തിക്കൊണ്ടാ നീ പാപം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? ഗൗരവം മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ തമ്പുരാനെ വിട്ട് ഒരിടത്തും നിനക്ക് ചലിക്കാൻ പറ്റില്ല. അവനെ പിരിഞ്ഞ് നിനക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. നിർത്തി സംസാരിക്കേണ്ട ഭാഗമാണ്, വിവേചിക്കേണ്ട ഭാഗമാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെയും വിവേചിക്കുന്നു. ഓരോ വ്യക്തികളെയും വിവേചിക്കുന്നു. ഓരോ വ്യക്തികളെയും വിവേചിക്കുന്നു. നീ ജോലി ചെയ്ത സ്ഥലത്ത് കൂട്ടുകാരുണ്ടായിരുന്നു വരില്ല, ഭാര്യ ഉണ്ടായിരുന്നു വരില്ല, പക്ഷെ നിന്റെ അകത്ത് ദൈവമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ ദൈവത്തെ ഇരുത്തിക്കൊണ്ട് നീ പറഞ്ഞതും ചെയ്തതും കൂട്ടിവെക്കപ്പെട്ട സകലതും ഒരു ദിവസം തെളിഞ്ഞു വരുന്നൊരു ദിവസം വരും. ഷദനഘടകസി അംധുനാജകൽ പ്രഭുടമനഘടകതി. ദൈവജനം തിരിയട്ടെ, തിരിയട്ടെ, തിരിയട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശദീകരണ ഭയം കൊണ്ട് ഞാൻ ഓടുകയാണ്. എനിക്ക് അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇങ്ങനെയാണ് അതിന് പറയാറുള്ളത്. നമ്മുടെ പിണറായി സഖാവ് നമ്മുടെ പള്ളിയിൽ വന്നാൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകും? ഈ വഴി മൊത്തം മാറ്റം ഉണ്ടാവില്ലേ? നല്ല ലൈറ്റ് വരും, നല്ല റോഡ് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട് മാറും, വീട്ടിൻ്റെ സാഹചര്യങ്ങൾ മാറും. ചെറ്റക്കുടിലാണേലും വൃത്തിയാക്കും, അല്ലേ? ഓലക്കീറേ ഉള്ളൂ, അത് ഇടേണ്ട നിലയിലിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഉള്ളതിൽ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കില്ലേ? എന്താ ദൈവം വന്നിട്ടൊരു മാറ്റമില്ലാത്ത? എന്താ നിന്റെ വീട്ടിൽ മാറ്റമില്ലാത്ത? വീട് മൊത്തം അലങ്കോലമല്ലേ? കൂടെ ദൈവം നിന്റെ വീട്ടിലില്ലേ? നമ്മൾ പിണങ്ങാൻ പോകുന്നു. തിരുത്തപ്പെടണം. പുസ്തകം പറയുന്നു, ഓബേദ് വീട്ടിൽ 3 മാസമേ പെട്ടകം വരുന്നുള്ളൂ. ആ വീട് മൊത്തം അനുഗ്രഹിച്ചു. 30 കൊല്ലമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മാറ്റവും ഇല്ല. കാരണം എന്തെന്നറിയാമോ? ഓബേദേദോം ദൈവം ആരെന്നറിഞ്ഞ് അവന് തക്ക മഹത്വം കൊടുത്തു. നിന്റെ വീട്ടിൽ വന്നവൻ ആരാണെന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിൽ വന്നവൻ ആരാണെന്ന് നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ മാറും. നീ മാറും. നീ മാറാൻ ഒരു പടി വയ്ക്കുമ്പോൾ എൻ്റെ തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ മുഴുവനായി മാറ്റും. അതാണ് ഈ പുസ്തകം നമുക്ക് തരുന്ന വെളിപ്പാട്. പ്രിയമുള്ളവരെ, കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇത്തരം കാര്യം മനസ്സിലായോ? അവിടെ നിർത്തിയിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് കയറാം. നമുക്കൊരു അകത്തെ മനുഷ്യനുമുണ്ട്, പുറത്തെ മനുഷ്യനുമുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നമുക്കൊരു അകത്തെ മനുഷ്യനുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. നിങ്ങൾ ഇതിപ്പോ കണ്ടിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? കണ്ടോ? കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. കണ്ടിട്ടുണ്ടോ? കാണണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്.
പക്ഷേ എനിക്ക് പ്രകാശ് പാസ്റ്ററോട് ഒരു മാസം കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ ആരാണെന്ന് പാസ്റ്റർക്ക് അറിയാം, അല്ലേ? ഈ പ്രസംഗിക്കുന്നത് പോലെ തന്നെയാണോ, അല്ലേ? പള്ളിയിൽ പ്രസംഗിക്കും പോലെ തന്നെയാണോ വീട്ടിലുള്ളത്? പാസ്റ്റർ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. ആണോ? എന്നോട് കൂടെ ഉണ്ടോ? നീ പള്ളിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണോ വീട്ടിൽ? മാറുന്നുണ്ടല്ലേ? അപകടമാണ്, അപകടമാണ്. ജീവിതം അഭിനയിക്കരുത്, ഒരു ദിവസം പിടിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? ജീവിതം അഭിനയിക്കരുത്. ക്രിസ്ത്യൻ ജീവിതം, പെന്തക്കോസ് അനുഭവം ജീവിതത്തിൽ അഭിനയിക്കരുത്, അനുഭവമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പള്ളി വരുമ്പോൾ ഭയങ്കര ഉണർവും അന്യഭാഷയും സ്തോത്രവും ഹല്ലേലൂയ പ്രൈസ് ലോർഡൊക്കെ തന്നെ. പക്ഷെ തൊഴിലുറപ്പിന് പോകുമ്പോൾ അങ്ങനെയില്ല. അവിടെ ആള് മാറുന്നു. കണ്ടോ? മാറുന്ന കണ്ടോ? ഇത് അപകടമെന്നാ പറയുന്നേ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞു കേട്ടോ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്: സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് മാത്രമേ അടുത്തവന്റെ കണ്ണില് കരടെടുക്കുക. എന്താ അർത്ഥം? എന്താ അർത്ഥം? എനിക്ക് പ്രകാശ് പാസ്റ്ററോട് ഒരു മാസം നടന്നാൽ പാസ്റ്റർ ആരാണെന്ന് എനിക്കറിയാം, കൂടെ നടന്നാൽ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാ പാട്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയം, രക്തത്താലും വചനത്താലും ജയം. നമ്മൾ അഭിനയിച്ച് മറയും. എന്നാൽ അഭിനയത്തിന്റെ കൂട് പൊളിയുന്ന ഒരു ദിവസമുണ്ട്. അത് ആരുടെ മുന്നിലെന്നറിയാമോ? ദൈവത്തിന്റെ മുന്നിൽ. ദൈവത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ കൂട് പൊളിയും. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിൽ വെച്ചായാൽ നല്ലത്, അല്ലാതെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ചിലാണെങ്കിൽ പിന്നെ ഒരു വിധിയില്ല, നരകത്തിലേക്ക് മാത്രം. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തൊട്ട് കൊണ്ടൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിന്ന് ഇവിടെ ചവിട്ടുകയാണ്. സ്തോത്രം. തൊട്ട് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്, നമ്മളെ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇന്ന് മുതൽ ഞാൻ 2017 ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഈ ദൂതകത്ത് കയറപ്പെട്ടപ്പോൾ ഞാൻ തലയിൽ കൈ വെച്ച് ഒരൊറ്റ പ്രാർത്ഥന: കർത്താവേ, ഞാനും കേട്ടിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ, ഞാൻ ആരാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. എൻ്റെ പുറം മനുഷ്യനെ കുറിച്ച് എനിക്ക് അറിവില്ല, എൻ്റെ അകം മനുഷ്യനെ കുറിച്ച് എനിക്ക് അറിവില്ല. ഇത് രണ്ടിനെ എനിക്ക് കാണിച്ചു തരണം. ഒറ്റ പ്രാർത്ഥന. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ പ്രസംഗിക്കുന്നത് പോലെ അല്ലെന്ന് തമ്പുരാൻ വെളിപ്പെടുത്തി തന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിറകണ്ണുകളോട് തമ്പുരാനോട് പറഞ്ഞു: കർത്താവേ, ഇത്രയും വൃത്തികെട്ടവനാണോ ഞാൻ? ഇവനുമായിട്ടൊരു യാത്ര എനിക്ക് വേണ്ട. ഇന്ന് എന്നെ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ചങ്കൂറ്റമുണ്ടോ തലയെ കഴിച്ച് പ്രാർത്ഥിക്കാൻ? ഈ ഉപവാസത്തിന്റെ 9ാമത്തെ രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ചങ്കൂറ്റമുണ്ടോ തലയെ കഴിച്ച് പ്രാർത്ഥിക്കാൻ? കർത്താവേ, എനിക്ക് നീ ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം. സ്വസ്ഥത നഷ്ടപ്പെടും കേട്ടോ, സ്വസ്ഥത നഷ്ടപ്പെടും. നഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിജയിച്ചു, നിങ്ങൾ ജയിച്ചു.
അവിടം തൊട്ട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ അഭിനയിച്ച് മറയ്ക്കും. പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഉൽപ്പത്തി 3:7. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. മതി. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു. അപ്പോൾ ഈ ആപ്പിൾ പറിച്ചപ്പം കണ്ടില്ലായിരുന്നോ? ഹല്ലേലൂയ. എന്നോട് കൂടെ ഉണ്ടോ? ഈ ആപ്പിൾ പറിച്ചപ്പോ കണ്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഇരുവരും ആപ്പിൾ പറിച്ചപ്പോൾ കണ്ണുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അർത്ഥാൽ സ്തോത്രം. അവർ ഈ ആപ്പിൾ പറിക്കുമ്പോൾ അവരുടെ ജഡത്തിന്റെ കണ്ണ് തുറന്നിരുന്നു. എന്നാൽ അവരുടെ അറിവിന്റെ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. പുസ്തകം നമ്മോട് പറയുന്ന ഇപ്രകാരമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കും നമ്മുടെ മക്കൾ എത്രയും പെട്ടെന്ന് അറിവ് പ്രാപിക്കണമെന്നല്ലേ? കുഞ്ഞു മക്കൾ എത്രയും പെട്ടെന്ന് നല്ല അറിവ് വരണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? അല്ലേ? എത്രയും പെട്ടെന്ന് നല്ല അറിവുള്ളവനായി മാറണം. സ്വന്തം കാര്യം നോക്കാനുള്ളതായ കൃപ അവനിത് കൊടുക്കണം. സ്തോത്രലിയം. ഇല്ല, +2 പഠിക്കുന്ന കൊച്ചിനും പേസ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കേണ്ട ഗതികേടുണ്ടെങ്കിലോ? ഇല്ല, ബാത്റൂം എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ആഹാരം കഴിക്കേണ്ട മൂക്കിൽ കൂടിയാണോ വായി കൂടിയാണെന്ന് അറിഞ്ഞൂടാ. ആ ഗതിയാണെങ്കിലോ? നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എത്രയും പെട്ടെന്ന് നല്ല അറിവ് വരണം, എന്നെ ശല്യപ്പെടുത്താതെ സ്വന്തമായിട്ട് കാര്യങ്ങൾ. അല്ലേ? അങ്ങനെയല്ലേ? എന്നാൽ നമ്മുടെ തമ്പുരാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചെന്നറിയാമോ? നമ്മൾ അറിയേണ്ടെന്ന്. ഹല്ലേലൂയ. ഈ ആ ഫലം തിന്നാൻ നിങ്ങൾ എന്ത് ചെയ്യും? നന്മയും തിന്മയും അറിയും. പിന്നെ എന്ത് അറിഞ്ഞാൽ മതി? എന്നെ മാത്രം അറിഞ്ഞാൽ മതി എന്ന്. ഓ ഹല്ലേലൂയ. എന്ത് ചെയ്യാനും എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഓ ഹല്ലേലൂയ. ഇതിനിടയിൽ പിശാച് വന്നിട്ട് ഒരു തന്ത്രം പറഞ്ഞു കൊടുത്തു. പിശാച് പറയാണ്, എന്തിന് ദൈവത്തെ ശല്യപ്പെടുത്തണം? എല്ലാ കാര്യത്തിനും പോയി ദൈവത്തോട് ചോദിക്കണോ? നിനക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. ഈ ഫലം തിന്നാ മതി. മനസ്സിലാകുന്നുണ്ടോ പിശാചിന്റെ അപകടം? ഹല്ലേലൂയ. ആ ചതിയിൽ മനുഷ്യൻ വീണുപോയി. തിന്നു, നഗ്നരായി കണ്ടു. വായിച്ചോ 10-ാമത്തെ വാക്യം. മതി. എന്നോട് കൂടെ ഉണ്ടോ? ഞാൻ ഇവിടെ ഇപ്പം നിർത്താം കേട്ടോ. ഹല്ലേലൂയ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ച് നിർത്താം. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ കണ്ണു തുറന്നു, നഗ്നരെന്ന് കണ്ടിട്ട് അത്തിയില കൂട്ടിയുണ്ടാക്കി അരയാടയുണ്ടാക്കി അവർ നഗ്നത മറച്ചു. 9-10 വാക്യങ്ങൾ പറയുന്നു, വെയിലാറിയപ്പോൾ ദൈവം വന്നപ്പോൾ അവർ നഗ്നരാകൊണ്ട് ഓടി മറച്ചു. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, 7-ാം വാക്യത്തിനകത്ത് നഗ്നത മറച്ചതല്ലേ? ഹല്ലേലൂയ. പിന്നെ ദൈവത്തെ കണ്ടപ്പോൾ എന്തിനാണ് അവർ വീണ്ടും നഗ്നരായി ഓടി മറയ്ക്കാനുള്ള കാര്യം? എന്നോട് കൂടെ ഉണ്ടോ? നമ്മുടെ പുറം മനുഷ്യന്റെ നഗ്നത നമുക്ക് മറയ്ക്കാം.
നമ്മുടെ അകം മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ ദൈവത്തിൻ്റെ മുന്നിൽ പറ്റില്ല. നമ്മുടെ സകല മൂടുപടവും പൊളിയുന്നൊരു ദിവസം വരും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മൂടുപടവും പൊളിയും. ആരുടെ മുന്നിൽ? ദൈവത്തിൻ്റെ മുന്നിൽ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഗന്നസരാഗത്തിൽ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ നമുക്കറിയാം അല്ലേ? ഒരു മീന് പോലും കിട്ടാതിരുന്ന പത്രോസിന്റെ പടകിലേക്ക് 100 കണക്കിന് മീന് നൽകി പടകിനെയും അടുത്തുള്ള പടകിനെയും നിറച്ച് അനുഗ്രഹിച്ച ദൈവത്തെ നമുക്കറിയാം. എന്നാൽ പത്രോസ് ആ ദൈവത്തെ അറിഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഗുരു, നീ എന്നെ വിട്ടു പോണം. നീ എന്നെ വിട്ടു പോണം. കാര്യം എന്താ? നിന്റെ മുൻപിൽ നിൽക്കാൻ പറ്റാത്ത നിലയിൽ ഞാൻ പാപിയാണെന്ന് തിരിച്ചറിയുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നു പ്രിയമുള്ളവരെ? നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ അറിയാം, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയാം. എന്നാൽ നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അറിയാമോ? ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് തരാം. ഇങ്ങനെ പറയാം. പ്രകാശ് പാസ്റ്റർ എനിക്ക് 1,00,000 രൂപ കടം തീർത്തു തന്നു. തീർത്ത് തന്നതിൻ്റെ അന്ന് തന്നെ പാസ്റ്റർ വെള്ളടയിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പാസ്റ്ററോട് പറയുകയാണ്, ദേവി ഏത് എൻ്റെ വീട്ടിൽ നിന്ന് പോകണം. പറയൂ, ഞാൻ പറയൂ, എന്താ പറയാത്ത? എനിക്ക് ഉപകാരം ചെയ്ത ആളിനെ എങ്ങനെ മറക്കാൻ പറ്റും? അടുത്തൊരു ബാധ്യത വന്നാൽ പുള്ളി എനിക്ക് വേണ്ടി പരിഹരിക്കി തരുന്നില്ലേ? പത്രോസിന്റെ ദാരിദ്ര്യം മാറ്റിയ ദൈവത്തെ പത്രോസ് പറയേണ്ടത് എന്താണ്? കർത്താവേ, നീ എൻ്റെ പടകിൽ എന്നോട് കൂടെ ഉണ്ടാവണം. അങ്ങനെയല്ലേ പറയേണ്ട പ്രിയമുള്ളവരെ? എന്നാൽ പത്രോസ് പറയുന്നത് കേട്ടോ, എനിക്ക് അനുഗ്രഹം വന്നില്ലേലും കുഴപ്പമില്ല, നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ പാപം തെളിഞ്ഞു വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഞാനും നിങ്ങൾ ദൈവത്തെ എത്രമാത്രം അറിയുന്നോ അറിയുന്നതിനനുസരിച്ച് പാപം തെളിഞ്ഞു വരും. അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾക്കറിയാമോ? ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, യേശു ക്രിസ്തു എന്ന ആളത്വം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ എൻ്റെ നിങ്ങളുടെ നഗ്നത പുറത്തു വരും. ഇയ്യോബിന്റെ പുസ്തകം 42:5 പറയുന്നത് കേട്ടോ, ഞാൻ ദൈവത്തെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുവല്ലോ. അടുത്ത വാക്യം പറയുന്നത് കേട്ടോ, എനിക്കതുകൊണ്ട് രട്ടിലും വെണ്ണീരിലും ഇരിക്കാതല്ലാതെ എത്ര പേർക്ക് ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ ഉപവാസത്തിന്റെ 9ാമത്തെ രാത്രിയിൽ ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ മകന് തുല്യം പ്രായം പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. എൻ്റെ അപ്പന്മാരോട്, എൻ്റെ അമ്മമാരോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ന്യായം വിധിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ഈ പുസ്തകം നമ്മോട് പറയുന്നു, നമ്മുടെ പാപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പാപത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്?
പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ? ദൈവത്തീ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തീ പൈതലാ ജീവിക്കും ഞാനിനി. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ, എൻ്റെ നിങ്ങളുടെയും നഗ്നത മറയ്ക്കുവാൻ ഒരുത്തനിതാ ക്രൂശിൽ നഗ്നനായി മാറപ്പെട്ടു. പാപത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ, പാപത്തിന്റെ നഗ്നത മറച്ച് പിതാവിന്റെ സന്നിധിയിൽ എന്നെ നിങ്ങളെയും നിഷ്കളങ്കരും വിശുദ്ധരുമായി പിതാവിന്റെ സന്നിധിയിൽ നമ്മളെ എത്തിക്കേണ്ടതിന് ഒരുത്തൻ നഗ്നനായി മാറപ്പെട്ടു. കാണുക, കണ്ണ് തുറന്ന് കാൽവറിയുടെ കുലമരത്തിൽ എൻ്റെ പഴയ മനുഷ്യന്റെ നഗ്നത മറയ്ക്കുവാൻ ഒരുത്തനിതാ തകരുന്നു. അവന്റെ അവസാന തുള്ളി രക്തം വരെ എൻ്റെ നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് അവൻ ചിന്തപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ മകനായി മകളായി മാറുവാൻ, നഗ്നത മറച്ച് പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടു നിൽക്കുവാൻ ഒരുത്തൻ തകരുന്നത് കണ്ടോ? അവന്റെ ചങ്കിലെ ചോര ഇന്ന് രാത്രി നിന്റെ നഗ്നത മറച്ച് എന്നെ നിങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്നു. ആ ക്രൂശിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഇത്രമാ സ്നേഹത്തെ ചേർന്ന് പാടി. എത്ര നാൾ തള്ളി ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ